സ്വാഗതമാട് മുതൽ എട്രിക്കോട് മമ്മാലിപ്പടി വരെയുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹൈവേൻ്റെ പണിയാട്ടോ ഈ പറയണത്. ഇത് സബ് റോഡ്, ഇത് ആണ് നാഷണൽ ഹൈവേ പുതിയത് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഗതമാട്ടിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ. സ്വാഗതമാട് നമ്മളെ ചെനക്കൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഭാഗമാണ് ഇതൊക്കെ. നമ്മളെ ചെറുസോല റോഡിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഓവർ ബ്രിഡ്ജ് വരുന്നത് തന്നെ അവിടെ നിന്നാണ്. തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട് കേട്ടോ. താഴെ പകുതി ടാറിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുണ്ട്. ഫുള്ള് പണി കഴിഞ്ഞെന്ന് പറയാനില്ല, എന്നാൽ മുക്കാൽ ഭാഗം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ അത് സബ് റോഡാണ്, അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന ഭാഗം. ഇതിൻ്റെ സൈഡിലൊക്കെ മാന്തിയുണ്ട്, അതായത് സൈഡ് ബോർഡർ കെട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഹൈടെക് രീതിയിലുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് നോക്കുമ്പോൾ ചെനക്കൽ ഭാഗത്തേക്ക് പോണ ഏരിയയാണ് കാണുന്നത്. നടന്നില്ല, അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു. അതാണ് സൈഡ് കെട്ടാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട്. ഇതിൻ്റെ അടിയിലൊക്കെ നല്ല പ്ലംബിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇതാണ് ഫസ്റ്റ് മേൽപ്പാലം, ഓവർ ബ്രിഡ്ജ്. ഇവിടെയൊക്കെ പണി നടക്കുന്നുള്ളൂ. ഇവിടേക്കൊന്നും ടാറിങ് വന്നില്ല. ഇവിടെയൊക്കെ ഏകദേശം പണി ഇങ്ങനെ സെറ്റായി വരുന്നുള്ളൂ. അങ്ങോട്ട് താഴേക്ക് പോയതിൻ്റെ ഓർമ്മ ഉണ്ടോ? ഇതാണ് ചെനക്കുന്ന്, നമ്മൾ സ്വാഗതമാട് ചെനക്കുന്നുണ്ട് വരുമ്പോൾ ഫസ്റ്റത്തെ ഹൈവേൻ്റെ ഓവർ ബ്രിഡ്ജ്. ഇതുണ്ടാണ് നല്ല വീതിയുണ്ട്. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതാണ് പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ്. ഇവിടെയൊക്കെ പണി തകർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഞാൻ താഴ്ത്തി പോകും. ഉഷാറായിട്ട് മാന്തി കുറച്ച് സംഗതികളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഒരു സിമെൻറ്റും കാര്യങ്ങളും. കുറച്ച് ഭാഗം മാത്രമേ സൈഡ് ഭിത്തി കെട്ടാത്തുള്ളൂ. അവിടെയൊക്കെ നല്ല ദമ്മിലാട്ടോ കെട്ടിയിട്ടുള്ളത്. ഇതുണ്ടെങ്കിൽ നല്ല സേഫ്റ്റിയിലായിട്ട് സബ് റോഡിൻ്റെ ഭാഗത്ത്. ഈ റോഡ് നേരെ നമ്മളെ ചെറുസോല കുർബാനി ആ ഭാഗത്തേക്കൊക്കെ ടേൺ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാട്ടോ ഈ സബ് റോഡ് പോണത്. ഏത് കോമഡി ലുഡു. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനായിട്ടത്.
മച്ചന്മാരെ ഇവിടുന്ന് അങ്ങോട്ട് അതാണ് നമ്മളെ ഓവർബ്രിഡ്ജ് പാലൊക്കെ കഴിഞ്ഞ് ചോദമാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പാലാട്ടോ. ഇവിടെയൊക്കെ പാലത്തിൻ്റെ പണി നടക്കണുള്ളൂ. ഇവിടെ നിന്നും 50% പണികൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെയൊക്കെ മുമ്പ് വൻ ഉണ്ടായിട്ടുള്ള ഭാഗം ഫുള്ള് മണ്ണും ചെരിഞ്ഞ പ്രദേശമായിരുന്നു മൊത്തം. അത് ഫുള്ളിപ്പോൾ നിരത്തി ആ സൈഡിലൊക്കെ പിന്നെ സൈഡ് ഭിത്തിയൊക്കെ കെട്ടുന്നുണ്ട്. ഇവിടുന്ന് മണ്ണ് കൊണ്ട് ഡംപ് ചെയ്യാനാന്ന് തോന്നുന്നു. ഒരു ഭാഗത്ത് പാലും ഒരു ഭാഗത്ത് സ്റ്റഡിയിലുള്ള റോഡും കേട്ടോ. ഇപ്പോൾ നടന്നു പോണ ഭാഗമൊക്കെ ഫുള്ള് റഫായിട്ടാണ് കിടക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള ഒരു ഡൈവേഷനാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ഭാഗം. ഇവിടെ കോൺക്രീറ്റിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ുള്ള കല്ല് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ഹെവി പാറ പൊട്ടിച്ചെടുക്കുന്നുള്ളൂ. ഇവിടെ ഒരു പാലുണ്ട്. അതിന് ഏകദേശം ആവും തോന്നുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡും കൂടെ നേരിട്ട് പാലല്ല റോഡാണ് കേട്ടോ. ഇതാണ് നമ്മളെ ചെറുശോല റോഡിൻ്റെ അവിടെ നിന്നുള്ള ഏകദേശം സ്ട്രക്ചർ. ഒരു സൈഡിൽ പാലം, ഒരു സൈഡിൽ മണ്ണിട്ടിട്ട് ലെവലാക്കിയുള്ള റോഡ്. ചെറുശോല റോഡുമ്പൊക്കെ നല്ല സബ് റോഡായിട്ട് വരും. ഭാവിയിൽ വരാനുള്ളതാണ് ഈ സൈഡ്. അവിടെ നിന്നൊക്കെ കെട്ടിയിട്ടുണ്ട് സൈഡ്. തിരക്കാർ ഫ്രണ്ടേജും കണ്ടല്ലേ. അന്ന് നമ്മൾ അഭിപ്രായപ്പെട്ടല്ലോ. ആ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മളെ റോഡ് ഇങ്ങനെ ചെറുശോല റോട്ടുമെന്ന് കട്ട് ചെയ്ത് വരാൻ പിന്നെ സ്വന്തമായിട്ടേക്ക് ഒക്കെ പോകാനുള്ളത്. ഇവിടെയൊക്കെ ഫുള്ള് സൈഡ് ഭിത്തി കെട്ടിയിട്ടുണ്ട്. പുതിയ വണ്ടിയാണല്ലോ. ചെറുശോല റോഡാണ് ആ കാണുന്നത്. ആ റോട്ടിൽ നിന്ന് നേരെ സബ് റോഡ് ഇങ്ങനെ വന്നിട്ട് ഈ പാലത്തിന് അടിയിലൂടെയാണ് ഇങ്ങോട്ട് കട്ട് ചെയ്യാനുള്ള ലെവലിട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് ഇതിനെ മേലെ ഇങ്ങനെ ചരിച്ചിട്ട് പാലെല്ലാം ഫുള്ള് മണ്ണിട്ട് ഇതേപോലെ സൈഡ് ഡംപ് ചെയ്യായിരിക്കും ചെയ്യുക. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന അതേപോലത്തെ പാലം സൈഡ് തകൃതിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. 2024 ലാസ്റ്റിലേക്കൊക്കെ ഈ ഭാഗത്ത് ഏകദേശം പണി തീരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എല്ലാ ഭാഗവും കണ്ടറിയണം. സബ് റോഡിൻ്റെ ഭാഗങ്ങളും മറ്റുള്ള ഭാഗങ്ങളൊക്കെ പണി തീർന്നു കഴിഞ്ഞാൽ 90% തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ മണ്ണിട്ട് പൊന്തിച്ച് ആ കാണുന്ന ഫില്ലറിലേക്ക് ആ കാലത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു റോഡുണ്ടായിരുന്നു. ആ റോഡ് നമ്മളെ ചെറുശോലയ്ക്ക് മുട്ടുന്ന റോഡ് തന്നെയാണ്. അവിടെ താഴെ ചെറുശോല
സ്വാഗതമാട്ടിൽ നിന്ന് ചെറുശോലയ്ക്ക് കയറി പോരുന്ന നമ്മൾ വാട്ടർ ടാങ്കൊക്കെ ഉള്ള ആ റോഡ് പാസ് ചെയ്യണം. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഏകദേശം പാലത്തിൻ്റെ പണി പുരോഗമിക്കുകയാണ്. ഫില്ലറിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഏകദേശം ഓൾമോസ്റ്റ് ഫില്ലറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ മമ്മാലിപ്പടി കുറുകെ പാടത്തിലേക്ക് ഏലാപറമ്പ് പാടത്തിൻ്റെ അവിടേക്ക് എത്തും. ഇവിടെയൊക്കെ മേൽപ്പാലം മേലത്തെ ബീമ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേൽപ്പാലം ഏകദേശമൊക്കെ ആ തൽക്കാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുശോല റോഡ് രണ്ട് ഭാഗത്തുണ്ട്. നമ്മളെ അമ്പലവട്ട റോഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കല്ലുവെട്ടുപാറ റോഡ് അതൊക്കെ വന്ന് മുട്ടുന്ന ചെറുശോല റോഡ് ഉണ്ടല്ലോ, അതും ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. അതിൻ്റെയൊക്കെ ഏകദേശം ഭാഗത്താണ് ഈ നടക്കുന്നത്. ഇവിടെയൊക്കെ മേൽപ്പാലത്തിൻ്റെ ഫില്ലറിൻ്റെ മേലെ ബീമുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മേളിലാണ് പിന്നെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് റോഡാക്കി മാറ്റേണ്ടത്. നമ്മുടെ തോട് ഇതാണ് ചെറുശോല റോഡ്. ഞാൻ പറഞ്ഞ ചെറുശോല റോഡ് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇത് നേരെ ചെറുശോലയ്ക്ക് പോണ ഭാഗം. ചെറുചോറ സ്കൂളിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. നമ്മൾ തോട് അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് ഒഴുകി പോകുന്നത്. ഇവിടെയൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് ബന്ധായി. മുമ്പതി കൂടെയാണ് ഒഴുകി പോയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ മേൽപ്പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ടൺ കണക്കിന് വെയിറ്റുള്ള ഫില്ലറ് പാലത്തിൻ്റെ മേലിലേക്ക് കയറ്റുകയാണ്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ വണ്ടിപ്പാട് പോവാമല്ലോ. നമ്മൾ വരുമ്പോൾ ഒരു ഓറഞ്ച് വണ്ടി പോയില്ലേ, ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോവാണ് തടിക്കാനല്ലേ. അല്ല, വെള്ളമല്ല, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മേലെ നനച്ചറിയില്ല, മേലെ നനച്ചേക്കണ. ഇതാണ് ഇവിടെ കുഴി, നമ്മളെ തോടിട്ടാ. ഇവിടൊക്കെ ഏകദേശം മേൽപ്പാലത്തിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ട് കേട്ടോ. ഞങ്ങൾ അതൊക്കെ ഏകദേശം ഇങ്ങനെ നടന്നുകൊടുക്കുകയാണ്. ബാക്കി അങ്ങനെ പോകും. സ്വാഗതമാട് വരെ അത്യാവശ്യം നല്ല ഫില്ലറുകളുണ്ട്. അതിൻ്റെ മേലെ പാലം ഇതിൻ്റെ ക്രോസ് ഫില്ലറ് ബീമാള് ചെയ്തുകൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ചെറുശോലയിൽ നിന്ന് ഇങ്ങനെ മമ്മാലിപ്പടിയൊക്കെ ഒഴുകി വന്നിരുന്ന തോടാണ് ഈ കാണുന്നത്. തോടൊക്കെ നല്ല സെറ്റിലാണ് ചെയ്തിട്ടുള്ളത്. വരും കാലങ്ങളിൽ വെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഉഷാറായിട്ട് വെള്ളത്തിൽ കുളിക്കാനൊക്കെ നല്ല സെറ്റപ്പിലാണ് കേട്ടോ വന്നുള്ളത്. കമ്പിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഫില്ലറിൻ്റെ മേലേക്ക് ആയിട്ടുള്ള ബീമാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ഇതൊക്കെ അതിൻ്റെ മേലേക്ക് കയറാനുള്ളതാണ്. ഒരുപാടെണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളായിട്ടാണ് നിരത്തിയിട്ട് നേരാണ് കൊണ്ടുപോകല്. ഇവിടെ ഒന്നും ഫില്ലറില്ല. ആ കാണുന്ന ഫില്ലറിൻ്റെ അവിടെ നിന്ന് നേരാണ്ട് ആ ഓവർ ബ്രിഡ്ജിൻ്റെ നേരക്കാണ്ട് നേരത്തെ നിൽക്കുക. സൈഡ് ഫുള്ള് കട്ട വെച്ച് 35,000 ടണ്ണാ അങ്ങനെന്താ അത്രയാണ് പറഞ്ഞത്. അത് ഇതിൻ്റെ ഹോള് കൊടുത്തിക്കണ ശരിക്ക് മറ്റേ വയറിങ് വലിക്കാൻ അങ്ങനത്തെ സംവിധാനത്തിനാണെന്ന് പറഞ്ഞു. ഇതാണ് ബീം ഇടാളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ കമ്പി തരികിട പണിയൊന്നല്ല കേട്ടോ, നല്ല ഉഷാറ് പരിപാടികളാണ്. ചീറ്റിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഭവത്തിൻ്റെ സ്ട്രക്ചറാണ് ആ സാധനം, കമ്പിയും കാര്യങ്ങളും.
ഇപ്പോൾ നമ്മൾ ഏകദേശം അമ്മാലിപ്പടി പാടത്തിൻ്റെ ഈ എൻഡിൽ എത്തിയിരുന്നു. ആ കാണുന്ന ഓവർ ബ്രിഡ്ജിൻ്റെ അപ്പുറം തൊട്ടായിരുന്നു പാടം ഉണ്ടായിരുന്നു. പാടമൊക്കെ തൂർത്താകെ നിരത്തിക്കഴിഞ്ഞു. ചെറുശോല ഒരു പള്ളിയാട്ടോ, നമ്മൾ പാടത്തുനിന്ന് മുമ്പൊക്കെ കണ്ടിരുന്ന പള്ളിയാണ് ആ കാണുന്നത്. ഇതാണ് ആ ബീം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ടയറ്. ആദ്യമേ കയറ്റിയിട്ടാണ് രണ്ട് സൈഡിലും ക്രെയിൻ വെച്ച് പൊക്കിയിട്ട് ആ സൈഡിൽ കൂടെയാണ് നമ്മളെ തോട്. അവിടുന്ന് നേരെ വന്ന് ഒഴുകി ഈ അണ്ടർ പാസിൻ്റെ അടിയിൽ കൂടെ നേരെ നമ്മളെ പഴയ തോട്ടിലേക്ക്. പഴയ തോട് ഉണ്ട്, പക്ഷെ ചെറിയ കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മളെ പഴയ സാധുലിൻ്റെ വീടായിരുന്നു ഇത്. ഇതാണ് തോടിൻ്റെ അവസ്ഥ. തോട് അങ്ങനെയാണ് പോകും. ഈ കാണുന്നൊക്കെ ഫുള്ള് പാടം. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ഇവൻ്റെ വീഡിയോ കുറേ കാലമല്ലേ ചെയ്തിട്ട് ബാക്കി എന്താ ചെയ്യാത്തത്? പ്രവാസികളായിട്ടുള്ള ഞങ്ങൾക്ക് കാണാൻ ഭയങ്കര ആകാംക്ഷ ഉണ്ട്, ഒന്ന് വീഡിയോ ഇടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിട്ട് ഇങ്ങനെ എടുക്കണത്. ഈ പാടത്ത് ഈ സൈഡിൽ എന്തൊക്കെയാണ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വെള്ളം ഒലിച്ചു പോകാനുള്ള സെറ്റപ്പാണോ ചെയ്തു തരുന്നത് കൊണ്ട്. കാരണം അപ്പുറത്ത് ഇതേപോലെ ചെയ്തിട്ട് അതിൻ്റെ മേലെ സ്ലാബ് ഇട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫുള്ള് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പാടമാണ് ഈ കാണുന്നത്. പാടത്തിൻ്റെ ഒരു സൈഡിലൂടെയാണ് നമ്മളെ ഹൈവേ പോകുന്നത് കേട്ടോ. ക്ലാരി സൗത്ത് ആ ഭാഗത്തോട് ചേർന്നിട്ടാണ് ഹൈവേ പോണത്. ഇതാണ് നമ്മളെ തോട്. തോടിൻ്റെ അണ്ടർ പാസ്സാണ് ഈ കാണുന്നത്. അതിൻ്റെ മേലിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ ഇരുന്ന് നമ്മൾ ആ ഹസനി പള്ളി ഉണ്ടായിരുന്നു. ഹസനി പള്ളിയൊക്കെ പൊളിച്ചു പോയി. പുതിയ പള്ളി ഇൻഷാ അല്ലാഹ് ഹൈവേൻ്റെ പണി തീരുന്നതോടുകൂടി അവിടെ പള്ളി വരും. തൽക്കാലം പള്ളി അവിടെ ഉണ്ട്. ആണ് തോട്. ഏകദേശം അമ്മാലിപ്പടി നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്ക് സൈഡ് റോഡ് കെട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമ്മളെ മുമ്പുണ്ടായിരുന്ന ഹസനി കുളമുള്ള പള്ളി. അത് പൊളിച്ചു പോയി. അതിന് പകരമായിട്ട് താൽക്കാലികം ഉള്ള പള്ളിയാണ്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ പള്ളി ഉണ്ടാവും. ഇതാണ് നമ്മളെ തോട്. തോടാണ് ഈ പോണ്ട കണ്ടങ്ങൾ. ഇൻഷാ അല്ലാഹ് ഈ ഭാഗത്ത് ഒരു സബ് റോഡ് വരുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഏലാപറമ്പ് ഭാഗത്ത് വന്നുള്ള അണ്ടർപാസ്.
ഇതിൻ്റെ അടിയിൽ കൂടെ നമുക്കൊരു ടിപ്പർ ലോറിയൊക്കെ പോകാൻ പാകത്തിനാണ് ഉള്ളത്. ഇതാണിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കണ സബ് റോഡിൻ്റെ ഭാഗം അണ്ടർപാസിലേക്ക്. ഇത് അംഗനവാടി വരെ സബ് റോഡ് കിട്ടിയാൽ ഉഷാറായി. ഇത് നമ്മുടെ തോടിനോട് ചാരിയുള്ള പാടത്തുള്ള ഭാഗം. ഇത് അണ്ടർപാസ്. ഇവിടെ പിന്നെ പഴയതുപോലെ തന്നെ ഒന്നും ചെയ്തില്ല. സെൻറ്ററിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുള്ളൂ. ആ പാലത്തിൻ്റെ മേലെ നിന്ന് നേരെ ഇങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക. ഇതാണ് 2 റോഡിൻ്റെ സെൻട്രലായിട്ട് സ്ഥാപിച്ചിട്ടുള്ള വൻമതിൽ. ആ കാണുന്നത് നമ്മളെ അംഗനവാടി. മച്ചന്മാരെ, ഇതാണ് നമ്മളെ പിന്നെ ക്ലാരിസോത്ത് ഭാഗത്ത് അടുത്ത് വരുന്ന സൈഡിലുള്ള സബ് റോഡ് കേട്ടോ. അപ്പുറത്ത് അമ്മാലിപ്പടി ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സബ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ക്ലാരിസോത്ത് ഭാഗത്തൊക്കെ ഉണ്ട്, റെഡി ആയിട്ട് വരുന്നുണ്ട്. നാഷണൽ ഹൈവേ. റജീൻ വാ. എന്താ പിന്നെ മുനീർ ചോദിക്കണേ? നമ്മളെ വാപ്പുട്ടി കേട്ടോ, വാപ്പുട്ടി മുനീർ തരാ. അത് ശരി, നിങ്ങളവിടെ? അത് ശരി. ആ ഫൈസലൊന്നുമില്ല. അമ്മാലിപ്പടി തോട്ടുങ്ങൽ ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈഡൊക്കെ ഫുള്ള് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ ഇതിൻ്റെ മേലിൽ നിന്ന് അപ്പുറത്തേക്ക് ജസ്റ്റ് ഹൈറ്റുള്ള ആൾക്കാർക്ക് നോക്കാനേ പറ്റുള്ളൂ. ഇതാ കാരിസോത്ത് ഭാഗത്തുനിന്ന് വരുന്ന സബ് റോഡിൻ്റെ പണി ഏകദേശമൊക്കെ, അതായത് നമ്മളെ അംഗനവാടി ഭാഗത്ത് സൈഡിൽ കൂടെ പോയി ഇറങ്ങാനും കയറാനും നാഷണൽ ഹൈവേമ്മക്ക് നമ്മളെ അമ്മാലിപ്പടി റൂട്ടുമെന്ന് കയറാനും ഇറങ്ങാനുള്ള പാസേജ് ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്നില്ല. ബാബാ പോരെ. തിരൂർ അഡ്രിക്കോട് റോഡ് ആണിപ്പോൾ നമ്മളെ മുമ്പിൽ അടിയിൽ കൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പാലത്തിൻ്റെ പണികളൊക്കെ ഏകദേശം പുരോഗമനത്തിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ അത് ആ പാലത്തിൻ്റെ മേലിലേക്ക് പോവാണ്. ആ അവിടെ കാണുന്നത് പാച്ചർമാട് റോഡാണ്. ഇവിടെ നിന്നാണ്ട് ഫുൾ പാലാണ് കേട്ടോ. അപ്പോൾ അംഗനവാടിൻ്റെ അവിടെ നിന്നാണ്ട് നേരെ ഉണ്ട് പൊന്തിച്ചിട്ട് നേരെ പോവും. 50% പണികൾ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 2024 ആകുമ്പോഴത്തേന് ഏകദേശം ഈ ഭാഗമൊക്കെ തുറക്കാനാണെന്ന് വിചാരിക്കണം. ഇതല്ലേട്ടാ കമ്പിയും പിടിച്ചെടുക്ക്, നടന്നോട്. എന്തിന്? ബാ
കമ്പി നോക്കി നടക്കട്ടാ, കമ്പി താഴത്ത് നോക്കി നടക്കും. ഇവിടെ റോഡ് ഉണ്ടാക്കണേ, എന്തിനാ ഇവിടെ റോഡ് ഉണ്ടാക്കണേ? ഇവിടെ ആവശ്യമുണ്ട്. റസീൻ അവിടെ പോലെ അവിടെ നിന്നിട്ടാ. ഇതാണ് നമ്മളെ തിരൂർ എഡ്രിക്കോട് റോഡ് കേട്ടോ, സ്റ്റേറ്റ് ഹൈവേ. പിന്നെ മേലെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കേണ്ട പാലത്തിൻ്റെ. ഇത് മമ്മാലിപ്പടി ഭാഗത്തു നിന്നുള്ള സബ് റോഡ്, അംഗനവാടി വരെ. ഓക്കെ.